ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ പറയുന്ന സിനിമ കണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ കാണാത്തവരായിരിക്കാം. നമുക്ക് എന്തായാലും ഒരു 90% ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് മാത്രം സ്കൂളിൽ പോകുന്ന ആൾക്കാരെ. അല്ലെങ്കിൽ നിങ്ങൾ +1 ക്ലാസ് തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങി എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ +1 ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടങ്ങി, അഡ്മിഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ് കാണുന്ന ആൾക്കാരെ. അപ്പോൾ ഈ പറയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗ്യാങ്ങുമായിട്ട് +1 പുതിയ ഗ്യാങ് സെറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പെടാതെ പോകുന്നൊരു സംഭവമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ പഠിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഒന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ ഇത്രയും കാലം പഠിക്കാത്തതോ അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്തതോ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും 90% ആളുകൾക്കും. കാരണം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഇതുവരെ സ്കൂളിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ സത്യം. ഇത് CBSE ഉള്ള ആൾക്കാർ മാത്രമേ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ, വേറെ ആരും പഠിച്ചിട്ടില്ല. ആക്ച്വലി സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണെന്ന് പറയാറുണ്ടെങ്കിൽ പോലും സോഷ്യൽ സയൻസിൻ്റെ അല്ല, സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ ഒരു ബ്രാഞ്ച് എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ് എക്കണോമിക്സ് എന്ന് പറയാറുണ്ട്. ആക്ച്വലി നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും വലിയ സബ്ജക്റ്റ് വേറെ അല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇത് പഠിപ്പിക്കുന്ന ഞാൻ എക്കണോമിക്സ് സബ്ജക്റ്റ് എടുത്തുകൊണ്ട് പറഞ്ഞല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾക്ക് +1 എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. +1 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷിനും വേണമെങ്കിൽ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിനും വേണമെങ്കിൽ പരീക്ഷ എഴുതാം. ഇത് +1 മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് +1 എഴുതാം, +2 എഴുതാം, പോസിബിളാണ്, 2 എഴുതാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? എക്കണോമിക്സ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തയ്യാറായിക്കോ. മലയാളത്തിലാകുമ്പോൾ നമ്മൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, കാരണം ടേംസുകൾ പഠിച്ചെടുക്കുക കുറച്ച് ടാസ്ക്കുള്ള പരിപാടി. ഇനി എന്താണ് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. +1 നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാനുള്ളത്, നമ്മുടെ എക്കണോമിക്സിൻ്റെ പേര് 2 പുസ്തകങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്നും, രണ്ടാമത്തിൻ്റെ പേര് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 പുസ്തകങ്ങളുടെ പേരിലുള്ളത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. +1 നിങ്ങൾ പഠിക്കേണ്ടത് 2 പുസ്തകങ്ങളാണ് എക്കണോമിക്സിൽ പഠിക്കാറുള്ളത്. അപ്പോൾ ആക്ച്വലി എന്താണ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ പണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടോ നടത്തുന്ന എല്ലാ കാര്യങ്ങളും എക്കണോമിക്സിൽ പഠിക്കാറുള്ള. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ രാവിലെ എണീറ്റ് വീട്ടിൽ നിന്നും പല്ല് തേക്കാൻ വേണ്ടി പേസ്റ്റ് എടുത്ത് പല്ല് തേക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ, അഥവാ നമ്മൾ പേസ്റ്റ് പൈസ കൊടുത്ത് വാങ്ങുന്നതിന്, ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിന്, ഇത് എവിടുന്ന് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് പ്രൈസ് നോക്കും, അതിൻ്റെ ക്വാളിറ്റി നോക്കും, സ്മെല്ല് നോക്കും, കളർ വരെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേസ്റ്റ് വാങ്ങുക. അങ്ങനെ പോയി വാങ്ങുന്ന നമ്മൾ ആരാണ്? ഒരു കൺസ്യൂമറാണ്. അച്ഛനാണ് വാങ്ങിക്കൊണ്ടത്, നമ്മളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കസ്റ്റമറാണ്. അപ്പോൾ പല്ല് തേക്കുന്ന ബ്രഷ് മുതൽ അവിടെ മുതൽ തുടങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് അതിൻ്റെയൊക്കെ സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് മാത്രമാണ് എക്കണോമിക്സ് എന്ന് മനസ്സിലാക്കുക. ഇനി അതിൽ 2 പുസ്തകങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് തിയറി ഭാഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അഥവാ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? സിമ്പിളാണ്, വഴിയുണ്ട്. വേറെ ഒന്നുമല്ല, എജുപോർട്ടിൻ്റെ ആപ്പിൽ നിങ്ങൾ എക്കണോമിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എക്കണോമിക്സ് +1ഉം +2ഉം സെറ്റായിട്ട് പഠിക്കാൻ ഒരു വഴിയുണ്ട്. അതിലെന്ത് ചെയ്യേണ്ടത്? എജുപോർട്ടിൽ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് എന്താണ് എക്കണോമിക്സ്, നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, ആദ്യം നമ്മൾ ഒരു ഐഡിയ കിട്ടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളെ ഞാൻ കല്യാണത്തിന് വിളിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് നിങ്ങൾക്ക് ചോറ് വിളമ്പുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഫുഡ് വിളമ്പാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഫുഡ് വിളമ്പാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് കാറ്ററിങ്ങിൻ്റെ ആൾക്കാർ പറഞ്ഞു കൊടുക്കും, ആദ്യം വിളമ്പേണ്ട ഈ കറികളാണ്, പിന്നെ വിളമ്പേണ്ടത് ഇതാണെന്നൊക്കെ ഗൈഡൻസ് കൊടുക്കും അല്ലേ. അതുപോലെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എവിടെയൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ ഫൗണ്ടേഷനിൽ. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാം. അപ്പോൾ ഈ എക്കണോമിക്സിൻ്റെ ഓവർവ്യൂ നമ്മൾ നോക്കുന്നതാണ്. തിയറി പോർഷൻസ് ആണ് മിക്കവാറും എന്തിൽ വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ എക്കോണമിയിൽ വരുന്നത്. എന്നാൽ സ്റ്റാറ്റിൽ വരുന്ന കുറച്ച് പ്രോബ്ലം സൈഡുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരേ സമയം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മുൻപ് പഠിച്ചിരുന്ന പോലെ കാണാപാഠം പഠിക്കൽ ഇവിടെ പോസിബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചു വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ഒരു ചോദ്യങ്ങൾ വരുന്നില്ല. പകരം കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇപ്പോൾ മാത്സ് നിങ്ങൾ കാണാപാഠം പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഉത്തരം പറയാൻ പറ്റും? ഇല്ല. കാരണം എന്താ? അത് മനസ്സിലാക്കിയിട്ട് അതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് പരീക്ഷ വരിക. അത് ചെയ്യാണ് മാത്സിൽ പഠിച്ചിട്ടുള്ളത്. ആ ഒരു പാറ്റേണാണ് സ്റ്റാറ്റിക്ക് വേണ്ടത്. എന്നാൽ തിയറി പേപ്പർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി അങ്ങനെയാണോ? അല്ല, ഇന്ത്യൻ എക്കോണമി നേരെ തിരിച്ചാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരും, ആൻസർ ചെയ്യാം. ഇനി എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 9 ചാപ്റ്റേഴ്സാണ്. ആ ചാപ്റ്റേഴ്സിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കാം. ഈ പറഞ്ഞ ചാപ്റ്ററുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യത്തെ 3 ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ ചരിത്രമാണ് പറയുന്നത്. എന്നാൽ അതിന് ശേഷമുള്ള 4, 5, 6, 7, 8 ചാപ്റ്ററുകൾ പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ വെല്ലുവിളികളാണ് പറയുന്നത്. ലാസ്റ്റ് വരുന്ന 9ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ച എത്രത്തോളം എത്തി എന്നുള്ള കാര്യം
കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് സെഗ്മെൻ്റായിട്ട് നോക്കാനുള്ളത്. ഇനി നേരെ കുറച്ച് സ്റ്റാറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ മലയാളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതും സ്ക്രീൻഷോട്ട് എടുക്കാം, ഞാൻ മാറിത്തരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നു, നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ചാപ്റ്ററിൻ്റെ ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമിയുടെ മലയാളം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം സ്റ്റാറ്റി ഞാൻ പറഞ്ഞുതരാം. സ്റ്റാറ്റി നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാറ്റി എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനുശേഷമുള്ള 2, 3, 4 ഈ ചാപ്റ്റർ ഒന്ന് പോലും സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 5ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് പോലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ +1 പാസ്സാവാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം മറക്കരുത്. ഇനി അടുത്ത കാര്യം, ഈ പറഞ്ഞത് മാത്രമാണോ? അല്ല, അവിടെ 8 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സ്റ്റാറ്റിയിൽ 8 ചാപ്റ്ററും ഇന്ത്യൻ എക്കോണമിയിൽ 9 ചാപ്റ്ററും, മൊത്തത്തിലായി 9 + 8 സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂട്ടിയേക്കാൻ പറ്റും. 17 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ 17 ചാപ്റ്റേഴ്സ് എക്സാമിനുള്ള നമ്മുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ 80 മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതായത് 2.5 മണിക്കൂർ എഴുതാൻ നിങ്ങൾക്ക് കിട്ടും, പ്ലസ് ഒരു 15 മിനിറ്റ് എന്തായിരിക്കും, കൂൾ ഓഫ് ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൂൾ ഓഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 15 മിനിറ്റ് കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമും പ്ലസ് 2.5 മണിക്കൂർ, അഥവാ 2.25 മണിക്കൂറായിരിക്കും പരീക്ഷ. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സൊക്കെ എഴുതിയത് ഇതേപോലെ ആയിരിക്കും. അതേപോലെ 2.25 മണിക്കൂർ പരീക്ഷ ഉണ്ടാവും. 80 മാർക്കിനാണ് പരീക്ഷ. പിന്നീട് വരുന്ന 20 മാർക്ക് നിങ്ങൾക്ക് സി മാർക്കാണ്. അത് നിങ്ങളുടെ ടീച്ചേഴ്സാണ് മാനേജ് ചെയ്യുക. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ് ടീച്ചേഴ്സ് സി മാർക്ക് ഇട്ട് തരിക. അപ്പോൾ ഈ സി മാർക്ക് 20ഉം അതുപോലെ തന്നെ ഈ റിട്ടൺ മാർക്ക് 80ഉം രണ്ടും കൂടി കൂട്ടിയാൽ 100. മൊത്തം 2 വർഷം +1 +2 ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 200 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ A+ വാങ്ങണമെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ 200ൽ നിങ്ങൾ എന്ത് ചെയ്യണം, 180 മാർക്കെങ്കിലും മിനിമം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A+ സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി നോക്കേണ്ടത് ഇതിൽ 40 മാർക്കിന് ചോദിക്കുന്ന ഇന്ത്യൻ എക്കോണമി 40 മാർക്കൊന്നും സ്റ്റാറ്റ് 40 മാർക്കൊന്നും വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, മണ്ടത്തരം എന്നൊരു സംഭവമാണ് ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമി 40 മാർക്കിനെ ചോദിക്കുമെന്നും പറയാൻ പറ്റില്ല, സ്റ്റാറ്റ് 40 മാർക്കിനെ ചോദിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ എക്കോണമി മാത്രം പഠിച്ചാലും പാസ്സാവില്ല, സ്റ്റാറ്റ് മാത്രം പഠിച്ചാലും പാസ്സാവില്ല. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായിക്കോട്ടെ, ഏത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. എന്തൊക്കെ നിങ്ങൾക്ക് അറിയണോ ചോദിച്ചോ, കുഴപ്പമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ട് സൽസബിൻ. ഓക്കെ, അതാണ് എൻ്റെ പേര്. നിങ്ങളുടെ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുള്ള എൻ്റെ പേര് ഇതാണ്. അപ്പോൾ ഇറ്റ്സ് മീ സൽസബി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെയാണ് നമ്മുടെ +1 പഠിക്കാനുള്ളത്. നിങ്ങൾ ഒരു പേടിയും പേടിക്കണം. കാരണം 17 ചാപ്റ്റർ നമുക്ക് പുഷ്പം പോലെ പഠിച്ചെടുക്കാൻ പറ്റും. അതിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കാനും പറ്റും. അപ്പോൾ മറക്കണ്ട, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ പേര് മറക്കണ്ട, സൽസബിൻ എന്നാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു എക്കണോമിക്സിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബിൻ.